സംശയമില്ല, തിരുവാതിര തന്നെയാ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. തിരുവാതിര കുളിച്ചോണ്ടിരുന്നപ്പോൾ ആരോ വന്ന് പറഞ്ഞത് വിലാസിനിക്ക് പേറ്റു നോവ് തുടങ്ങിയെന്ന്. കുളി നിർത്തി ഉടനെ ഞാൻ ഈച്ചരത്ത് പോയി. തിരുവാതിര തീരും മുമ്പ് പേറ് കഴിഞ്ഞു. കുഴപ്പമുണ്ടോ പണിക്കരെ? എന്താന്ന് വെച്ചാ പറയേ. തിരുവാതിര തിരുവോണത്തിന് വേദാണ്, എന്നുവെച്ചാ അശുഭം. ഈ വിവാഹം എങ്ങനെ നടന്നു എന്നാ ഞാൻ അതിശയിക്കണേ. സ്ത്രീക്ക് അഷ്ടമത്തി ചൊവ്വ, പുരുഷൻ 9 കുജൻ. കൃഷ്ണ രക്ഷിക്കണേ. ക്രൂരഷ്ടമേ വിധവത. 8-ൽ ചൊവ്വ നിന്നാൽ ഭർത്താവ് മരിക്കും. കുചേതു വിധവ ബാല്യേസ്ഥരാശിസ്ഥിതേ. അങ്ങനെ വന്നാലും വൈധവ്യം സംഭവിക്കും. സംഭവിക്കാണ്ട് തരമില്ല. ഇനി ഒന്നും നോക്കണ്ട പുട്ടനായരെ. ഉണ്ണിയുടെ രക്ഷയ്ക്ക് വേണ്ടത് എന്താന്ന് വെച്ചാ ചെയ്യുക. എന്താ ഇത്? ഉണ്ണിയേട്ടൻ ഇതിലൊക്കെ ഇത്ര വലിയ വിശ്വാസം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. എങ്കിൽ ഞാനത് പറയില്ലായിരുന്നു. പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അനുഭവിക്കാനുള്ള ഞാൻ അനുഭവിക്കണം. നേരത്തെ ആണെങ്കിൽ മരണം എനിക്കൊരു അനുഗ്രഹമായേനെ. ഇപ്പോ എനിക്ക് ജീവിക്കാൻ കൊതിയുണ്ട്. എന്ത് പ്രായശ്ചിത്തം വേണമെങ്കിലും ഞാൻ ചെയ്യാം. നോമ്പ് നോക്കണോ? തപസ്സിരിക്കണോ? എന്തു വേണം? ബന്ധം വേർപെടുത്തി പോണം. ഇല്ല, എനിക്കത് കഴിയില്ല. ഉണ്ണിയേട്ടനെ വിട്ട് ഞാൻ പോവില്ല. എങ്കിലെന്നെ പട്ടറയിൽ വെച്ചിട്ട് പോയാ മതി. മതി കരഞ്ഞു കാണിച്ചത്. ഉണ്ണിയേട്ടാ, നമ്മുടെ കുഞ്ഞ് അത് പിറക്കാതിരിക്കുന്നതാണ് നല്ലത്. അതും ദുഷ്ടസന്തതിയായിരിക്കും. ഉണ്ണി, മോൻ അച്ഛന്റെ മുറി കിടന്നാ മതി. ചെല്ല്, അച്ഛൻ വിളിക്കുന്നുണ്ട്. ആ മാലിനെ ഒന്ന് കാണണം എനിക്ക്. കണ്ടാ മാത്രം പോരാ, വിളിച്ചോണ്ട് പോയിക്കോ. ഈ ബന്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം. എന്താ നിങ്ങൾ ഈ പറയുന്നേ? തോന്നുമ്പോ ഇട്ടെറിഞ്ഞിട്ട് പോകാനുള്ളതാണ് വിവാഹം. അവൾ ഓടിക്കയറി വന്നൊന്നുമില്ല, ആചാരപ്രകാരം നടത്തി തന്നെയാ. ആചാരപ്രകാരം തന്നെ ഒഴിപ്പിച്ചോ. അവൻ കെട്ടിയ താലി അവളുടെ കഴുത്തിൽ കിടക്കുന്ന ഓരോ നിമിഷവും എന്റെ മോന്റെ ജീവൻ അപകടത്തിലാ. മണ്ണാൻ കെട്ടയാ. ഈ അന്ധവിശ്വാസത്തിന്റെ പേരിൽ എന്റെ കുഞ്ഞിന്റെ കണ്ണു നിറഞ്ഞാൽ സഹിക്കില്ല ഞാൻ. അപ്പൂട്ടനായിരുന്നല്ല. സാരമില്ല അച്ഛാ, ഒക്കെ ശരിയാവും.
ശരിയാവണമെങ്കിൽ ആ കരുത്തി കിടക്കണം മിന്നു പൊട്ടിച്ച് നിന്നെ ഈ പടിക്ക് പുറത്തിറക്കണം. അത് എന്നെ കൊണ്ട് ചെയ്യിക്കാതിരിക്കണമെങ്കിൽ വിളിച്ചോണ്ട് പൊയ്ക്കോ. അച്ഛൻ വിഷമിക്കരുത്. നമുക്കൊരു തെറ്റുപറ്റി. ഇനി അത് ആലോചിച്ചിട്ട് കാര്യമില്ല. ഞാൻ പിടിച്ചു നിൽക്കും. അല്ലാതെ പറ്റില്ല. അറ്റ്ലീസ്റ്റ് എന്റെ കുഞ്ഞിന് അച്ഛനെന്ന് ചൂണ്ടിക്കാണിക്കാനെങ്കിലും ഒരാൾ വേണം. നിന്റെ ഏട്ടന്റെ എതിർപ്പ് വഹിക്കാതെയാണ് ഞാനിത് നടത്തിയത്. അവൻ വരുമ്പോ നിങ്ങളുടെ ജീവിതം ചൂണ്ടിക്കാണിച്ച് എന്നെ ന്യായീകരിക്കാമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഇനി അവനോട് ഞാൻ എന്ത് സമാധാനം പറയും? ഒന്നും മനഃപൂർവ്വം അല്ലല്ലോ. ഏട്ടന് മനസ്സിലാവും. ഒരപേക്ഷ എനിക്കുള്ളൂ. എന്നെ ഓർത്ത് അച്ഛൻ ദുഃഖിക്കരുത്. അച്ഛൻ പൊയ്ക്കുള്ളൂ. ഈ അവസ്ഥയിൽ നീ ഇവിടെ എങ്ങനെ കഴിഞ്ഞുകൂടും? അതിനുള്ള കരുത്ത് നേടുകയാണ് ഞാൻ. എന്റെ കഴുത്തിൽ വീണുപോയി ഈ താലി. ഇത് നഷ്ടപ്പെടുന്ന അന്ന് ജാനയമ്മേ, ജാനയമ്മേ, ഒന്നിങ്ങ് വരൂ. എന്തിനാ ഇങ്ങനെ അലറി വിളിക്കണേ? നമ്മടെ പശു ചത്തു. സർപ്പക്കാവിനടുത്ത് കെട്ടിയിരുന്നതാ. അഴിക്കാൻ ചെന്നപ്പോ ചത്തു കിടക്കുന്നു. എന്റെ ഈശ്വര, വല്ല പാമ്പും കടിച്ചതാവോ?